ഈ സെമ്മിൽ നമ്മൾ മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് ആൻഡ് ഇന്റഗ്രൽ ട്രാൻസ്ഫോംസ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ അത് പേര് നമ്മൾ നോക്കുമ്പോൾ അറിയാം, മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് ആൻഡ് ഇന്റഗ്രൽ ട്രാൻസ്ഫോംസ്. അപ്പം മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് കൊണ്ട് ഇതിനകത്ത് ഇന്റഗ്രൽ ട്രാൻസ്ഫോംസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനും ഉണ്ട്. ഇത് നമ്മൾ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യുന്നത് ഫുള്ള് ഇന്റഗ്രൽ ട്രാൻസ്ഫോംസ് എന്നുള്ള ആ ഒരു ഇതാണ്. മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് എന്നുള്ളത് മൊഡ്യൂൾ 2 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 ഫുള്ള് നമ്മൾ ഇന്റഗ്രൽ ട്രാൻസ്ഫോംസ് എന്നുള്ള ആ ഒരു ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് ആൻഡ് ഇന്റഗ്രൽ ട്രാൻസ്ഫോംസ് എന്നാണ് നമ്മുടെ കോഴ്സിന്റെ പേര്. അതിനകത്ത് ഇന്റഗ്രൽ ട്രാൻസ്ഫോംസ് ആണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ത്രൂഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 നമ്മൾ പോവുകയാണ്. അപ്പോൾ മൊഡ്യൂൾ 1 ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫോറിയർ സീരീസ്. അതായത് ഫോറിയർ സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് ഫിസിക്സിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഫിസിക്സിലൊക്കെയാണ് ഈ ഫോറിയർ സീരീസിന് ആപ്ലിക്കേഷൻസ് ഉള്ളത്. ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ സബ്ബായിട്ടൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഫോറിയർ സീരീസ് എന്നുള്ള മൊഡ്യൂളൊക്കെ നമുക്ക് കാണുമായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഫോറിയർ സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ, സയൻസ്, കൊസൈൻസ്, അങ്ങനെയുള്ള ഒരു സൈനിന്റെയും കൊസൈന്റെയും ഒക്കെ സമ്മായിട്ട് വരുന്ന ഒരു സീരീസ്. അതൊരു സീരീസിന്റെ സീരീസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതിനകത്ത് ടേംസ് എന്ന് പറയുന്നത്, സീരീസിന്റെ ടേംസ് എന്ന് പറയുന്നത് സൈനിന്റെയും കൊസൈന്റെയും ഒക്കെ ലീനിയർ കോമ്പിനേഷൻ പോലെ കിടക്കുന്നതായിരിക്കും ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. ഫോറിയർ സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ സൈൻ, കൊസൈൻ ആ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരാൻ പോകുന്നത്. ഈ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് ജോസഫ് ഫോറിയർ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ 1807 നമ്മൾ ആർബിട്രറി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, എസ്പെഷ്യലി പീരിയോഡിക് ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് സൈൻ ആൻഡ് കൊസൈൻസ് ആയിട്ട് എഴുതാൻ പറ്റുമെന്നുള്ളത് ഈ ജോസഫ് ഫോറിയർ എന്ന് പറഞ്ഞിട്ടുള്ള മാത്തമാറ്റീഷ്യൻ 1807 കണ്ടത്. അതിനെയാണ് നമ്മൾ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. അത് ആർബിട്രറി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, എസ്പെഷ്യലി പീരിയോഡിക് ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് സൈൻസ് ആൻഡ് കൊസൈൻസ് ആയിട്ട് എഴുതാൻ പറ്റും. ഈ ലീനിയർ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിയർ സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്, സമ്മാണ്. അപ്പോൾ ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനും കൊസൈനും ഒക്കെ വരുന്ന ഒരു സീരീസ് ആണ്. അതെന്ന് പറയുന്നത് ഏത് ആർബിട്രറി ഫംഗ്ഷൻ എടുത്താലും, എസ്പെഷ്യലി പീരിയോഡിക് ഫംഗ്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് സൈൻസ് ആൻഡ് കൊസൈൻസ് ആയിട്ട് എഴുതാം. അതിനെയാണ് നമ്മൾ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ ടു ഫോറിയർ സീരീസ് 1807 ഫോറിയർ ആണ് ഈ ഫോറിയർ സീരീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത്. കണ്ടെത്തിയത് ഇങ്ങനെ ആർബിട്രറി ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഫോറിയർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് ഈ ഫോറിയർ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ആണ് കണ്ടെത്തിയത്. ഇനി ഇവിടെ ഫെജസ് തിയറത്തിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്ന ഒരു തിയറം ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. അപ്പൊ ഫെജസ് തിയറത്തിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്ന വെയ്സ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം എന്ന് പറഞ്ഞിട്ട് ഫെജസ് തിയറത്തിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന ഒരു തിയറമാണ്. ഫെജസ് തിയറത്തിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന തിയറമാണ് നമ്മുടെ വെയ്സ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം. അതിന് മുന്നേ ആയിട്ട് ഈ ഫെജസ് തിയറം എന്താ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഫെജസ് തിയറത്തിന്റെ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, അതിന്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ സിലബസിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെയ്സ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ശരിക്കും ഈ മൊഡ്യൂൾ നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തിയറത്തിൽ നിന്നാണ്. പക്ഷെ എളുപ്പമാണ് കേട്ടോ, മൾട്ടിവേരിയറ്റ് ഫുള്ള് എളുപ്പമുള്ള മൊഡ്യൂൾ സെക്ഷനാണ്, ചെറുതാണ്, അതുപോലെ തന്നെ എളുപ്പമാണ്. ഇവിടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് നെയിംഡ് തിയറംസ് ഒക്കെ ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ എഴുതി പഠിച്ചാലേ ഉള്ളൂ കിട്ടുള്ളൂ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള 1-2 തിയറംസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ഫെജസ് തിയറം ആണ് നമ്മൾ സ്റ്റാർട്ട്. ഫെജസ് തിയറം എന്ന് പറയുന്നത് നമ്മുടെ തിയറം ആണ്. ഈ തിയറം നമുക്ക് ശരിക്കും സ്റ്റേറ്റ്മെന്റ് മാത്രം മതി, പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. ഈ ഫെജസ് തിയറത്തിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന ഈ തിയറം ആണ് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. ഇത് പഠിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഫെജസ് തിയറം എന്താണെന്ന് അറിയണം. ആ ഫെജസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഫെജസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അറിയണമെങ്കിൽ നമ്മൾ ഈ സിസാറോ സമ്മബിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതറിയണം ആദ്യം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം സിസാറോ സമ്മബിലിറ്റി എന്താണെന്നുള്ളത് പറയാൻ പോകാം. എന്നിട്ട് നമുക്ക് ഫെജസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. അപ്പൊ സിസാറോ സമ്മബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സീരീസ് എടുക്കുക. സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, റിയൽ അനാലിസിസിലൊക്കെ സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സീരീസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സിഗ്മ AN എന്നുള്ള നൊട്ടേഷൻ ആണ് നമ്മൾ സീരീസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് സിഗ്മ n = 1 to ∞ AN എന്നുള്ള നൊട്ടേഷൻ. അപ്പോൾ സീരീസ് കൺവേർജ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് റിയലിൽ. ഒരു സീരീസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാം, സീരീസിന്റെ പാർഷ്യൽ സംസ് എടുക്കും, സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുക്കും. ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും ആ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതായത് സിഗ്മ ANന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കണ്ടുപിടിക്കും. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, എന്ത് പാർഷ്യൽ സമ്മിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ SN എന്നുള്ള സിമ്പിൾ വെച്ചിട്ട്. SN എന്ന് പറഞ്ഞാൽ എന്താ, A1 + A2 + etc. + AN ആണ് SN എന്ന് പറയുന്നത്. SN എന്ന് പറഞ്ഞാൽ A1 + A2 + etc. AN. അപ്പൊ S1 എന്ന് പറഞ്ഞാൽ A1 വരും, S2 എന്ന് പറയുന്നത് A1 + A2 വരും, S3 എന്ന് പറഞ്ഞാൽ A1 + A2 + A3 വരും, etc. SN എന്ന് പറഞ്ഞാൽ A1 + A2 + etc. AN. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇനി ഇവിടെ ലിമിറ്റ് n → ∞ SN എടുക്കുകയാണെങ്കിൽ എന്താ വരിക, സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നമുക്ക് കിട്ടി. S1 ഉണ്ട്, S2 ഉണ്ട്, etc. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നമുക്ക് കിട്ടി. ആ സീക്വൻസിന്റെ ലിമിറ്റ് എടുക്കുക. അതായത് ലിമിറ്റ് n → ∞. SN എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എന്താ കിട്ടുക, SN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ n = I = 1 to n, k = 1 to n AK ആണ് SN എന്ന് പറയുന്നത്. അതായത് A1 + A2 + etc. AN ആണ് എന്താ SN എന്ന് പറയുന്നത്. അതായത് സിഗ്മ k = 1 to n AK എന്ന് നമുക്ക് SN ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n → ∞,
എസ് എൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ വരും. അതായത് നമ്മുടെ സിഗ്മ എ എൻ ആണ് ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്താൽ നമ്മൾ പറയുന്നതാണ് സീരീസ് കൺവേർജ് ചെയ്യുന്നത്. ആ സീരീസ് കൺവേർജസ് ടു ദ സെയിം ലിമിറ്റ് ആണ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഏത് പോയിന്റിലേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അതിലേക്ക് തന്നെയാണ് സീരീസ് കൺവേർജ് ചെയ്യുക. അപ്പൊ നമ്മൾ സീക്വൻസിന്റെ കൺവേർജൻസ് പഠിച്ചിട്ടുണ്ട്, സീരീസിന്റെ കൺവേർജൻസ് പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു സീരീസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഈ സമ്മ് ഫൈനൈറ്റ് ആകുക എന്നാണ് അതിന്റെ മീനിങ്. ഒരു സീരീസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ മീനിങ് നമ്മുടെ സീരീസ് എന്ന് പറഞ്ഞ ഒരു സമ്മാണല്ലോ, ആ സമ്മ് കൺവേർജ് ചെയ്യുവാണെങ്കിലാണ് നമ്മൾ പറയുന്നത് സീരീസ് കൺവേർജസ്. അപ്പൊ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നമ്മൾ കൺസിഡർ ചെയ്താൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ സീരീസിന്റെ സമ്മ് തന്നെയാണ്. കാരണം എസ് എൻ ആയിട്ട് സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 ടു എൻ എ എൻ എടുക്കണം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എസ് എൻ എന്ന് പറയുമ്പോൾ സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ കെ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്മ എന്റെ തന്നെയാണ്. അപ്പൊ സിഗ്മ എന്റെ സമ്മിനെയാണ് നമ്മൾ സീരീസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സീരീസിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും സമ്മ് തന്നെയാണ്. അപ്പൊ നമുക്ക് സീരീസ് കൺവേർജ് ചെയ്യുക എന്നുള്ളതിനെ നമുക്ക് എങ്ങനെയും കൂടെ പറയാം, സമ്മബിൾ, ദ സീരീസ് ഈസ് സമ്മബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ നമ്മൾ അതിനെ യൂസ് ചെയ്യാറൊന്നുമില്ല. എങ്കിലും ഒരു സീരീസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ മീനിങ് ആ സീരീസിന്റെ സമ്മ് ഫൈനൈറ്റ് എന്നുള്ളത്, അതായത് സമ്മ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സീരീസിന്റെ കൺവേർജൻസിന്റെ മീനിങ്. അപ്പൊ നമുക്കൊരു സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീരീസിനെ നമുക്ക് സമ്മബിൾ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ നമ്മൾ ശരിക്കും സീരീസിന്റെ കൺവേർജൻസ് പറയുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് വെച്ചിട്ടാണ്. അപ്പൊ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുവാണെങ്കിലാണ് നമ്മൾ നമ്മുടെ ഗിവൺ സീരീസ് കൺവേർട്ട് ചെയ്യുന്നത് പറയുന്നത്. ഇനി ഇവിടെ സമ്മബിൾ എന്നുള്ള സീരീസിന്റെ കൺവേർജൻസ് അല്ലെങ്കിൽ സമ്മബിലിറ്റി എന്നുള്ളത് വിട്ടിട്ട് വേറൊരു കോൺസെപ്റ്റ് ആണ് സിസാറോ സമ്മബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നമുക്ക് ഓൾറെഡി അറിയാം സീരീസ് എപ്പോഴാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള ഡെഫിനിഷൻ ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഈ സിസാറോ സമ്മബിലിറ്റി എന്ന് പറയുന്നത് ഈ സീരീസിന്റെ കേസിൽ തന്നെ പറയുന്ന വേറൊരു ഇതാണ് സിസാറോ സമ്മബിലിറ്റി. അപ്പൊ സിസാറോ സമ്മബിലിറ്റിക്കകത്ത് നമ്മൾ ചെയ്യുന്ന ഒന്നുമില്ല. എസ് എൻ ആയിട്ട് നമ്മൾ സീരീസ് എടുത്തു, സിഗ്മ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സീരീസ് എടുത്തു. അതിനകത്ത് എസ് എൻ എന്ന് പറയുന്നത് എന്ത് പാർഷ്യൽ സം എടുത്തു. എന്ത് പാർഷ്യൽ സം ആയിട്ട് നമ്മൾ എസ് എൻ എന്ന് പറയുന്ന ആ ടേമിനേറ്റ് ചെയ്യാം. അപ്പൊ എസ് എൻ നമുക്ക് ഓൾറെഡി ഉണ്ട് എന്ത് പാർഷ്യൽ സം ആയിട്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ എന്ത് പാർഷ്യൽ സം നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ, അതിനകത്ത് ഫസ്റ്റ് എൻ പാർഷ്യൽ സംസിന്റെ ആവറേജിനെയാണ് നമ്മൾ സിഗ്മ എൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അതോർത്തോണം നമ്മുടെ എന്ത് പാർഷ്യൽ സം ഉണ്ട്, പാർഷ്യൽ സംസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതിനകത്ത് പാർഷ്യൽ സംസിനകത്ത് വരുന്ന ഫസ്റ്റ് എൻ പാർഷ്യൽ സംസിന് നമ്മുടെ ഗിവൺ പാർഷ്യൽ സംസിനകത്ത് വരുന്ന ഫസ്റ്റ് എൻ പാർഷ്യൽ സംസിന്റെ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്, സിഗ്മ എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു S1 ആണ് ഫസ്റ്റ് പാർഷ്യൽ സം, സെക്കൻഡ് സംസ് എന്ന് പറയുമ്പോൾ S1 S2 എക്സെട്ര SN വരും. അതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര പ്ലസ് SN ഡിവൈഡഡ് ബൈ N. അതാണ് നമ്മൾ സിഗ്മ എൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സിഗ്മ 1 എന്ത് വരും, S1 വരും. സിഗ്മ 2 എന്ന് പറയുമ്പോൾ S1 പ്ലസ് S2 ബൈ 2 വരും. സിഗ്മ 3 എന്ന് പറയുമ്പോൾ S1 പ്ലസ് S2 പ്ലസ് S3 ബൈ 3 വരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ സിഗ്മ എൻ ജനറലി S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര പ്ലസ് SN ബൈ N വരും. അപ്പൊ സിഗ്മ എൻ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് ഫസ്റ്റ് എൻ പാർഷ്യൽ സംസ് ആണ് എന്ത്, സിഗ്മ എൻ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചോണം. ആവറേജ് വാല്യൂ ഓഫ് ഫസ്റ്റ് എൻ പാർഷ്യൽ സംസിനെയാണ് നമ്മൾ സിഗ്മ എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സിഗ്മ എൻ വേരി ചെയ്യുമ്പോൾ സിഗ്മ എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ആ സീക്വൻസ് സിഗ്മ എൻ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ സീക്വൻസ് സിഗ്മ എന്നിനകത്ത് സിഗ്മ എൻ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് ഫസ്റ്റ് എൻ പാർഷ്യൽ സംസ് ഓഫ് ദ ഗിവൺ സീരീസ് ആണ് ഓർത്തോണം കേട്ടോ. അപ്പൊ സിഗ്മ എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് എൻ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ സംസിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്ത് പാർഷ്യൽ സമാണ്. S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര പ്ലസ് SN ബൈ N ആണ് സിഗ്മ എൻ, വേറെ N ഇസ് ഈക്വൽ ടു 1 എക്സെട്ര. അപ്പൊ എന്ത് വേരി ചെയ്യുന്നുണ്ടെന്നുള്ളത് ക്ലിയർ. അപ്പൊ സിഗ്മ എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എന്ന് നമുക്ക് പറയാം. ഈ നമ്മുടെ ഗിവൺ സീരീസ് സിഗ്മ എന്നെ നമ്മൾ സിസാറോ സമ്മബിൾ എന്ന് പറയണമെങ്കിൽ സിസാറോ സമ്മബിൾ എന്നും പറയും, C1 സമ്മബിൾ എന്നും പറയും. So the given series sigma n is said to be Cisaro summable or C1 summable if sequence sigma n converges. ഇനി നമുക്ക് ഇപ്പോൾ ഒരു സീക്വൻസ് കിട്ടിയല്ലോ. നമ്മുടെ സീക്വൻസ് സിഗ്മ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് പാർഷ്യൽ സംസിന്റെ സീക്വൻസ്. ആ സീക്വൻസ് കൺവേർജ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഗിവൺ സീരീസ് സിസാറോ സമ്മബിൾ എന്ന് പറയും. നമ്മൾ സിസാറോ സമ്മബിൾ എന്നുള്ള സീരീസിന്റെ കേസിലാണ് പറയുന്നത്. സിസാറോ സമ്മബിൾ എന്ന് പറയണമെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് പാർഷ്യൽ സംസിന്റെ സീക്വൻസ് കൺവേർജ് ചെയ്താൽ മതി. അതാണ് ശരിക്കും മീനിങ്. പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്ത സീക്വൻസ് സീരീസ് സമ്മബിൾ നമ്മൾ പറയും. ആവറേജ് വാല്യൂ ഓഫ് പാർഷ്യൽ സംസ് കൺവേർട്ട് ചെയ്യുവാണെങ്കിലാണ് നമ്മൾ സീരീസ് സിസാറോ സമ്മബിൾ എന്ന് പറയുന്നത്. അപ്പൊ സിസാറോ സമ്മബിളിനെ നമ്മൾ വേറെ രീതി പറയുവാണെങ്കിൽ C1 സമ്മബിൾ എന്നും കൂടെ വിളിക്കാറുണ്ട്. അപ്പൊ സിസാറോ സമ്മബിൾ അല്ലെങ്കിൽ C1 സമ്മബിൾ നമ്മൾ പറയും. അപ്പൊ സീരീസ് സിഗ്മ എൻ ഇസ് സെഡ് ടു ബി സിസാറോ സമ്മബിൾ ഓർ C1 സമ്മബിൾ ഇഫ് സീക്വൻസ് ആണ്. ഇതാണ് സീക്വൻസ് സിഗ്മ എൻ. അപ്പൊ സിഗ്മ എൻ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് സീരീസ് സിഗ്മ എൻ ഇസ് സിസാറോ സമ്മബിൾ. ഇനി ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സിഗ്മ n ഇസ് ഈക്വൽ ടു S എന്ന് വെച്ചു. അപ്പൊ നമ്മുടെ സീക്വൻസ് സിഗ്മ n കൺവേർട്ട് ചെയ്താൽ നമ്മൾ എന്ത് പറയും, സീരീസ് സിഗ്മ n നമ്മൾ വിളിക്കുന്നതാണ് സിസാറോ സം ഓർ C1 സം എന്ന് വിളിക്കും. സീരീസിന്റെ സിസാറോ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സിഗ്മ n ആണ്. ലിമിറ്റ് സിഗ്മ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് പാർഷ്യൽ സംസിന്റെ സീക്വൻസ് ആണ്.
ആ സീക്വൻസിന്റെ ലിമിറ്റിനെയാണ് നമ്മൾ സിസാറോ സം ഓഫ് ദി സീരീസ് എന്ന് വിളിക്കുന്നത്. സിസാറോ സം ഓർ C1 സം ഓഫ് ദ സീരീസ് സിഗ്മ എൻ എന്ന് നമ്മൾ വിളിക്കും ഈ എസിനെ. ലിമിറ്റ് ഇൻസ്റ്റൻസിന്റെ സിഗ്മ എൻ എസ് ആണ്. നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സിഗ്മ എൻ ഇസ് ഈക്വൽ ടു എസ് കഴിഞ്ഞിട്ട് ഇച്ചിരി മാറ്റി സിഗ്മ 1 എന്ന് എഴുതാം. അതായത് സിസാറോ സം എന്നുള്ള മീനിങ്ങിലാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു എസ് എന്ന് എഴുതിയിട്ട് ഇച്ചിരി കുറച്ച് മാറ്റാം, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് C1 എന്ന് എഴുതുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ സമ്മിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിന്റെ മീനിങ് C1 സം എസ് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. C1 സം ഓഫ് ദ ഗിവൺ സീരീസ് ഇസ് എസ് എന്നുള്ളതാണ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു എസ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് C1 എഴുതുന്നതിന്റെ മീനിങ്. അപ്പൊ ഇതാണ് സിസാറോ സമ്മബിലിറ്റി. ഓർത്താണ്, ഒരു സീരീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമ്മബിൾ ആണ് സിസാറോ സമ്മബിൾ ആവാം. സമ്മബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീരീസ് കൺവേർജ് ചെയ്യുക. സീരീസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അതിന്റെ സമ്മ് എക്സിസ്റ്റ് ചെയ്യുക, ഫൈനൈറ്റ് ആകുക എന്നുള്ളതാണ് സീരീസ് കൺവേർജ് ചെയ്യുക എന്നുള്ളതിന്റെ മീനിങ്. ഈ സിസാറോ സമ്മബിൾ എന്ന് പറയണമെങ്കിൽ നമ്മൾ സീരീസിന്റെ കൺവേർജൻസ് ആക്ച്വലി പറയുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ കൺവേർജൻസ് വെച്ചിട്ടാണ്. നമുക്ക് പാർഷ്യൽ സംസിന്റെ സീക്വൻസ് നമ്മൾ ഓൾറെഡി ഉണ്ട്. സിസാറോ സമ്മബിൾ എന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ വേറൊരു സീക്വൻസ് കണ്ടുപിടിക്കണം. അതായത് ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ഫസ്റ്റ് ആവറേജ് വാല്യൂ ഓഫ് പാർഷ്യൽ സംസ് എടുക്കണം. അതായത് ആവറേജ് വാല്യൂ ഓഫ് പാർഷ്യൽ സംസ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ എൻ. സിഗ്മ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ പാർഷ്യൽ സംസിന്റെ ആവറേജ് വാല്യൂ. അപ്പൊ അങ്ങനെയുള്ള സീക്വൻസ് എൻ വേരി ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ 1 സിഗ്മ 2 എക്സെട്ര കിട്ടും. ആ സീക്വൻസിന്റെ ലിമിറ്റിനെയാണ് നമ്മൾ സിസാറോ സം എന്ന് പറയുന്നത്. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗിവൺ സീരീസിനെയാണ് നമ്മൾ സിസാറോ സമ്മബിൾ സീരീസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ C1 സമ്മബിൾ എന്നും പറയാറുണ്ട്. ഇതാണ് സിസാറോ സമ്മബിലിറ്റി എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ. ഇനി നമുക്ക് ഫെജേഴ്സ് തിയറം നോക്കാം. ഈ ഫെജേഴ്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് F belongs to L of 0 to π തന്നിട്ടുണ്ട്. F belongs to L of 0 to π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ L of 0 to π എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല. set of all L of 0 to π denotes the set of all Lebesgue integrable functions on the interval closed interval 0 to π. അതാണ് ഇത്രേ ഉള്ളൂ. ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π ഡിഫൈൻഡ് ആയിട്ടുള്ള Lebesgue integrable functionsന്റെ കളക്ഷനെയാണ് നമ്മൾ L of 0 to π എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് ഓൾ Lebesgue integrable functions on closed interval 0 to π. അപ്പൊ നമുക്ക് ഇവിടെ ഫെജേഴ്സ് തിയറത്തിൽ F belongs to L of 0 to π തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് ഒന്നുമില്ല. F എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു Lebesgue ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനെ നമ്മൾ അത്രയും വലിച്ചു നീട്ടി പറയാതിരിക്കാൻ വേണ്ടി ഒരു നൊട്ടേഷൻ കൊടുത്തേ ഉള്ളൂ L of 0 to π. L of 0 to π എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ Lebesgue ഇന്റഗ്രബിൾ ഫംഗ്ഷൻസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ആണ്. F belongs to L of 0 to π എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് F ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ഡിഫൈൻഡ് ആയിട്ടൊരു ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ F എന്ന് പറയുന്ന ഫംഗ്ഷൻ Lebesgue ഇന്റഗ്രബിളും ആണ്. അപ്പൊ Lebesgue ഇന്റഗ്രബിലിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി മെഷർ തിയറിയിൽ കണ്ടതാണ്. അപ്പൊ Lebesgue ഇന്റഗ്രബിൾ ആയിട്ടുള്ള ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ S. നമ്മളിവിടെ അസ്യൂം ചെയ്യുവാണ് F പീരിയോഡിക് വിത്ത് പീരിയഡ് 2π നിങ്ങൾ അസ്യൂം ചെയ്യുക. പീരിയോഡിക് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പീരിയോഡിക് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ എഫിനെ പീരിയോഡിക് വിത്ത് പീരിയഡ് പി എന്ന് പറയുന്നപ്പോഴാണ് ഫംഗ്ഷൻ എഫിനെ പീരിയോഡിക് വിത്ത് പീരിയഡ് പി എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് പി ഇസ് ഈക്വൽ ടു എഫ് ആയിരിക്കണം ഫോർ എവറി എക്സ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് പി, അതായത് ആ എഫ് ഓഫ് നമ്മൾ ആ ഇമേജ് ഒരു പർട്ടിക്കുലർ എക്സ് എടുത്തിട്ട് അതിന്റെ കൂടെ പി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമേജും എക്സിന്റെ ഇമേജും സെയിം ആവണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ആ ഫംഗ്ഷനെ പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ സൈൻ കൊസൈൻ ഒക്കെ 2π പീരിയോഡിക്, സൈനിന്റെയും കൊസൈനും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സൈൻ തീറ്റ പ്ലസ് 2π എന്താ സൈൻ തീറ്റ തന്നെ. അതുപോലെ കോസ് തീറ്റ പ്ലസ് 2π എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ തന്നെ ഫോർ എവറി തീറ്റ. ഫോർ ഏത് തീറ്റ എടുത്താലും സൈൻ തീറ്റ പ്ലസ് 2π എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. അതുപോലെ കോസ് തീറ്റ പ്ലസ് 2π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റ തന്നെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഈ സൈനും കോസും എന്താണ് 2π പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. അങ്ങനെയുള്ള ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ആണ് നമ്മൾ പീരിയോഡിക് വിത്ത് പീരിയഡ് 2π എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എഫിന്റെ പീരിയഡ് 2π ആണ്. അതായത് എന്റെ മീനിങ് എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ്. ഇത്രയും ഓർത്താൽ മതി. എഫ് ഓഫ് എക്സ് പ്ലസ് 2π, അതായത് എക്സ് പ്ലസ് 2πയുടെ ഇമേജും എക്സിന്റെ ഇമേജും ഈക്വൽ ആണ് ഫോർ ഓൾ എക്സ് എങ്കിൽ നമ്മൾ എഫിനെ 2π പീരിയോഡിക് എന്ന് പറയും. നമ്മൾ ഫോർ എക്സാമ്പിൾ സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ 2π പീരിയോഡിക്. ഇവിടെ നമ്മുടെ എഫ് എന്ന് പറയുന്നത് Lebesgue ഇന്റഗ്രബിൾ ആണ്, ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ഡിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ എഫ് ഇസ് പീരിയോഡിക് വിത്ത് പീരിയഡ് 2π ആണ് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ് വിത്ത് പീരിയഡ് 2π നമുക്ക് ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ എസ് ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ എ ഫംഗ്ഷൻ സ്മോൾ എസ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. എസ് ഓഫ് എക്സ് ആയിട്ട് എന്തെടുക്കുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ടി ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എസ് എടുക്കുക. എസ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ടി ഡിവൈഡ് ബൈ 2. ഇപ്പൊ ലിമിറ്റ് ടി ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? പോസിറ്റീവ് വാല്യൂസിൽ നിന്ന്, അതായത് റിയൽ ആക്സിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 0യുടെ റൈറ്റും ഉണ്ട് 0യുടെ ലെഫ്റ്റും ഉണ്ട്. 0യുടെ റൈറ്റിലുള്ളത് പോസിറ്റീവ് വാല്യൂസ് ആണ്, 0യുടെ ലെഫ്റ്റിലുള്ളത് നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പൊ ലിമിറ്റ് ടി ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് പോസിറ്റീവ് വാല്യൂസിൽ നിന്ന് 0യിലേക്ക് ടെൻഡ് ചെയ്യും. അതായത് 0യുടെ റൈറ്റിൽ നിന്ന്
സീറോയിലേക്ക് നമ്മുടെ ടി വേരി ചെയ്യുക. അപ്പൊ ടി ടെൻസ് ടു 0+ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ലെഫ്റ്റിൽ നിന്ന് സീറോയിലേക്ക് വരുന്നതായിട്ടും ചിന്തിക്കാം, റിയൽ എക്സിന്റെ റൈറ്റിൽ നിന്ന് സീറോയിലേക്ക് വരുന്നതായിട്ടും ചിന്തിക്കാം. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ റൈറ്റിൽ നിന്ന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ലിമിറ്റ് ടി ടെൻസ് ടു 0+ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓർത്തോണം, ടി എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂസ് കുറഞ്ഞ് സീറോയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ലിമിറ്റ് ടി ടെൻസ് ടു 0+ എന്ന് പറഞ്ഞ മീനിങ്. അപ്പൊ ലിമിറ്റ് ടി ടെൻസ് ടു 0+ f of x plus t plus f of x minus t by 2 നമ്മൾ s of x ആയിട്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ s of x equal to limit t tends to 0 plus f of x plus t plus f of x minus t divided by 2 എന്ന് എടുത്തു. ഇപ്പം s of x എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാ എക്സിനും എക്സിന്റെ കേസിലും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ എക്സിന്റെ ഇമേജ് ആയിട്ട് നമ്മൾ s of x ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഏത് എക്സ് എടുത്താലും എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ എസ് ഡിഫൈൻ ചെയ്യുന്നത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ മാത്രമേ ഉള്ളൂ എസ് ഡിഫൈൻ ചെയ്യത്തുള്ളൂ. അത് ഓർത്താണ്, ഈ എല്ലാ എക്സിലും ഡിഫൈൻഡ് ആവണം നിർബന്ധമില്ല. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന എക്സുകളിലാണ് നമ്മൾ ശരിക്കും ഈ എസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഡിഫൈൻ എ ഫംഗ്ഷൻ എസ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ: s of x equal to limit t tends to 0 plus f of x plus t plus f of x minus t by 2 whenever the limit exists എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ കറസ്പോണ്ടിങ് എക്സിന് നമ്മൾ s of x ആയിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. Then for each x for which s of x is defined, the Fourier series generated by f is Cicero-summable and has Cicero-sum f s of x. അതാണ് നമ്മുടെ തിയറം പറയുന്നത്. അതായത് ഈ s of x equal to limit t tends to 0 plus f of x plus t plus f of x minus t by 2 എന്നുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന എക്സുകളിൽ നമ്മൾ എക്സുകളിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫോറിയർ സീരീസ് ഉണ്ട്. അതായത് ഈ s of x എന്ന് പറയുന്ന ലിമിറ്റ് ഡിഫൈൻഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന എക്സുകളിൽ ഫോറിയർ സീരീസ് ജനറേറ്റഡ് ബൈ എഫ് എന്ന് പറയുന്നത് സിസാറോ സമ്മബിൾ ആണെന്നാണ് തിയറം പറയുന്നത്. അതുപോലെ തന്നെ ആ സിസാറോ സമ്മിനെ നമ്മൾ സിസാറോ സം എന്ന് പറയുന്നത് എസ് ഓഫ് എക്സ് ആണ്. ഈ എസ് ഓഫ് എക്സ് വാല്യൂ തന്നെയാണ് സിസാറോ സം എന്നും തിയറം പറയുന്നത്. ഫിസിക്സ് തിയറം പറയുന്നൊന്നുമില്ല. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ എക്സുകളിലും നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എഫ് സിസാറോ സം എക്സിന്റെ ഫോറിയർ സീരീസ് ജനറേറ്റഡ് ബൈ എഫ് എന്ന് പറയുന്നത് സിസാറോ സമ്മബിൾ ആണ്. അതുപോലെ തന്നെ ആ സിസാറോ സം എന്ന് പറയുന്നത് എസ് ഓഫ് എക്സ് ആണെന്നുള്ളതാണ് ഫിസിക്സ് തിയറം പറയുന്നത്. അപ്പം ഇവിടെ ഓർത്തോണം, ഈ ഫോറിയർ സീരീസ് ഇവിടെ ഈ എസ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ്സിലാണ് ഫോറിയർ സീരീസ് ഓഫ് എഫ് എന്ന് പറയുന്നത് സിസാറോ സമ്മബിൾ ആൻഡ് ഹാസ് സിസാറോ സം എസ് ഓഫ് എക്സ് നമ്മൾ പറയുന്നത്. അപ്പൊ സിസാറോ സം എസ് ഓഫ് എക്സ് ആണെന്നുകൊണ്ട് സിസാറോ സമ്മബിൾ ആണെന്നുണ്ട്. അതായത് നമുക്കുണ്ട് ഇനി സിസാറോ സമ്മബിളിന്റെ ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഇസ് വി ഹാവ് ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ എൻ ഓഫ് എക്സ് എന്താകും? അപ്പം എസ് ഓഫ് എക്സ് ആവും. ഇപ്പൊ സിഗ്മ എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എഫിന്റെ ഫോറിയർ സീരീസിന്റെ ആ എസ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റിലുള്ള എഫിന്റെ ഫോറിയർ സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ സിഗ്മ എൻ ആയിട്ട് എടുക്കുന്നത്. അതായത് ഫസ്റ്റ് എൻ പാർഷ്യൽ സംസിന്റെ എഫിന്റെ ഫോറിയർ സീരീസിന്റെ ഫസ്റ്റ് എൻ പാർഷ്യൽ സംസിന്റെ ആവറേജ് വാല്യൂ ആണ് എന്ത്? സിഗ്മ എൻ എന്ന് പറയുന്നത്. സിസാറോ സം എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എഫിന്റെ ഫോറിയർ സീരീസിന്റെ ഫസ്റ്റ് എൻ പാർഷ്യൽ സംസിന്റെ ലിമിറ്റ് എന്തായിരിക്കും? ഫസ്റ്റ് എൻ പാർഷ്യൽ സംസിന്റെ സീക്വൻസ് ഉണ്ട്. ഫസ്റ്റ് എൻ പാർഷ്യൽ സംസിന്റെ ആവറേജ് വാല്യൂസിന്റെ സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ എസ് ഓഫ് എക്സ് ആണെന്നാണ് ഇതിന്റെ മീനിങ്. അതായത് ഇവിടുത്തെ സിഗ്മ എൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് അരിത്മെറ്റിക് മീൻസ് ഡിഫൈൻഡ് ബൈ, അതായത് ആവറേജ് വാല്യൂ പാർഷ്യൽ സംസ് ആണ്. അതായത് അരിത്മെറ്റിക് മീൻസ് ഡിഫൈൻഡ് ബൈ സിഗ്മ എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ എസ് നോട്ട് ഓഫ് എക്സ് പ്ലസ് എസ് വൺ ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എസ് എൻ മൈനസ് വൺ ഓഫ് എക്സ് ബൈ എൻ എന്ന് എടുത്തു. ഇവിടെ എൻ വേരി ചെയ്യുമ്പോൾ 1 എക്സെട്ര. അതായത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ സിഗ്മ എൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫോറിയർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് n = 0 നമ്മൾ ശരിക്കും സിസാറോ സമ്മബിൾ എന്നുള്ള ഇത് പറഞ്ഞപ്പോൾ നമ്മൾ n = 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീരീസ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ n = 0 സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ടേം എന്ന് പറയുന്നില്ല, ഫസ്റ്റ് ടേം ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് a0 a0 പ്ലസ് a1 പ്ലസ് എക്സെട്ര an-1 ആണ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത്. പാർഷ്യൽ സംസ് നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് പാർഷ്യൽ സം എന്ന് പറയുന്നത് S0 ആണ്, സെക്കൻഡ് പാർഷ്യൽ സം എന്ന് പറയുന്നത് S1 ആണ്, എക്സെട്ര nth പാർഷ്യൽ സം എന്ന് പറയുന്നത് Sn-1 ആണ്. അപ്പൊ സിഗ്മ n ഓഫ് എക്സ് ഇങ്ങനെ വരും S0 ഓഫ് എക്സ് പ്ലസ് S1 ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് Sn-1 ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ n വരും. കാരണം മൊത്തം നമുക്ക് n പാർഷ്യൽ സംസ് ഉണ്ട്. അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ n എടുക്കുമ്പോൾ ഇവിടെ ഓർത്താണ് ഇവിടെ Sn-1 വന്നത് നമ്മൾ n = 0 സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്. അപ്പൊ സിഗ്മ n ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ n = 1 to എക്സെട്ര അല്ല, n = 0 to 1 to എക്സെട്ര ആണ് കേട്ടോ. അപ്പൊ സിഗ്മ n ഓഫ് എക്സ് ഈക്വൽ ടു S0 ഓഫ് എക്സ് പ്ലസ് S1 ഓഫ് എക്സ് പ്ലസ് എക്സെട്ര Sn-1 ഓഫ് എക്സ് ഡിവൈഡ് ബൈ n വരും. അപ്പോൾ ഓർത്തോണം ഇവിടെ n = 0 സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് S0 തൊട്ട് Sn-1 വരുന്നത്, ഡിവൈഡ് ബൈ n തന്നെ വരും. ഇതാണ് ഇതിന്റെ ലിമിറ്റ് ആണ് നമ്മൾ എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതാണ് ഫെജസ് തിയറം പറയുന്നത്. അതായത് ഇപ്പോൾ ഫെജസ് തിയറം ഒന്നുമില്ല, എഫ് എന്ന് പറയുന്നത് ലെബേക്ക് ഇന്റഗ്രബിൾ ആയിട്ടുള്ള ക്ലോസ് ഫിംഗർ 0 to π ഡിഫൈൻഡ് ആയിട്ടുള്ള ലെബേക്ക് ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ആണ്. ഇനി എഫ് പീരിയോഡിക് വിത്ത് പീരിയഡ് 2π എന്ന് തന്നിട്ടുണ്ട്.
നമ്മൾ എസ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എസ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ടി ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു. അപ്പൊ ലിമിറ്റ് ടി ടെൻസ് ടു 0 പ്ലസ് എന്നുള്ളതൊക്കെ ഓർത്താണ്. എന്തുകൊണ്ടാണ് 0 പ്ലസ് എന്ന് പറയുന്നത്? റൈറ്റിൽ നിന്ന് 0ലേക്ക് അപ്രോച്ച് ചെയ്തു. എഫ് ഓഫ് എക്സ് പ്ലസ് ടി പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ടി ബൈ 2 എന്ന് എടുത്തു. ഈ ഒരു സി ലിമിറ്റ് എല്ലാ എക്സിനും എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന എക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ എസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന എക്സുകൾക്ക്, അതായത് എസ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എക്സുകളിൽ നമ്മുടെ എഫിന്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് സിസാറോ സമ്മബിൾ ആണ് വിത്ത് സിസാറോ സം ഈ എസ് ഓഫ് എക്സ്. അതാണ് നമ്മൾ ഫോറിയർ ഫെജസ് തിയറത്തിൽ പറയുന്നത്. അതിന്റെ മീനിങ് ആണ് പിന്നെ എഴുതിയിരിക്കുന്നത്. സിസാറോ സമ്മബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എഫിന്റെ ഫോറിയർ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്തെടുക്കും, സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുക്കും. ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ആവറേജ് വാല്യൂസിന്റെ സീക്വൻസ് ആയിട്ട് സിഗ്മൈൻ എടുക്കും. ആ സിഗ്മൈനിന്റെ ലിമിറ്റിനെയാണ് നമ്മൾ സിസാറോ സം എന്ന് പറയുന്നത്. അപ്പൊ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സിഗ്മ n ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് ഓഫ് എക്സ് ആണ്. വേർ സീക്വൻസ് സിഗ്മ n ഇസ് ദ സീക്വൻസ് ഓഫ് അരിത്തമെറ്റിക് മീൻസ് ഡിഫൈൻഡ് ബൈ സിഗ്മ n ഇസ് ഈക്വൽ ടു എസ് നോട്ട് ഓഫ് എക്സ് പ്ലസ് എസ് വൺ ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എസ് എൻ മൈനസ് വൺ ഓഫ് എക്സ് ഡിവൈഡ് ബൈ n. ഇവിടെ ഓർത്തോണം n ഈക്വൽ ടു 0 സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എസ് നോട്ട് എസ് എൻ മൈനസ് വൺ എടുത്തത്. നമ്മൾ സിസാറോ സമബിലിറ്റിക്കകത്ത് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ n ഈക്വൽ ടു 1 സ്റ്റാർട്ട് ചെയ്തത്. ആ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വേർ എസ് എൻ ഇസ് ദ nth പാർഷ്യൽ സം ഓഫ് ദി ഫോറിയർ സീരീസ് ജനറേറ്റഡ് ബൈ എഫ്. എഫ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഫോറിയർ സീരീസിന്റെ nth പാർഷ്യൽ സം ആണ് നമ്മുടെ എസ് എൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഫിച്ചേഴ്സ് പറയുന്നുണ്ട്. ഇഫ് ഇൻ അഡീഷൻ എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ 0 to π. നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ, ലെബേക്ക് ഇന്റഗ്രബിൾ ആയിട്ടുള്ള ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പൊ ആ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0 to π കണ്ടിന്യൂസ് കൂടി ആകുവാണെങ്കിൽ സീക്വൻസ് സിഗ്മ n എന്ന് പറയുന്നത് കൺവേർജസ് യൂണിഫോംലി ടു എഫ് ഓൺ 0 to π എന്ന് നമുക്ക് പറയാം. അതായത് എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് കൂടി ആണെങ്കിൽ, ക്ലോസ്ഡ് ഇന്റർവൽ 0 to π കണ്ടിന്യൂസും കൂടി ആണെങ്കിൽ സിഗ്മ n കൺവേർജസ് യൂണിഫോംലി ടു എഫ് ഓൺ 0 to π എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് സീക്വൻസ് സിഗ്മ n എഫിലേക്ക് യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് ഫെജസ് തിയറത്തിൽ പറയാം.